മാതൃഭൂമിയിലെ വേറൊരു വാർത്ത, ബൈലയും വാർത്ത, അനീഷ് ജേക്കബ് ബ്യൂറോ ചീഫാ, പുള്ളി എഴുതിയിരിക്കുക ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്ന ഒരു പരിപാടിയെ കുറിച്ചാ. ഈ റിപ്പോർട്ട് വായിച്ചിട്ടെ സത്യം പറഞ്ഞാല് ഞാൻ കോൾമേർ കൊണ്ടുപോയി. ഇത് സംബന്ധിച്ച ചർച്ച മന്ത്രിസഭയിൽ വന്നപ്പോഴേ ഒരു രോമാഞ്ചം ഉണ്ടായതാ. മാതൃഭൂമി വാർത്ത വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാല് സന്തോഷം തോന്നി. അതിന്റെ പ്രധാന ഹെഡിങ് എന്ന് പറഞ്ഞാല് കേട്ട് ഭരിക്കുമെന്ന. ഈ പത്രം മാതൃഭൂമിയായതുകൊണ്ട് അതിനകത്തൊരു ദുഷ്ടരാക്കുണ്ടോന്ന് ആദ്യം ഒരു തോന്നലുണ്ടായതാ. ഇതുവരെ കേൾക്കാതാ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന്. ആളുകളെ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ തോന്നിയവാസമാ ഭരിച്ചുകൊണ്ടിരുന്നത് എന്നൊരു ഒരു കുറ്റപ്പെടുത്തൽ അതിനകത്തുണ്ടോ എന്നൊരു സംശയം തോന്നിയതാ. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടപ്പം അങ്ങനെയുള്ള ഒരു ദുഷ്ടചിന്തയൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. സൂപ്പർ ഹെഡിങ്, ലോവർ ഹെഡിങ്, മേൽ ഹെഡിങ്, കീഴ് ഹെഡിങ്, അങ്ങനെയൊക്കെ ആയിട്ട് 1, 2, 3, 4 വേറെ ശീർഷകങ്ങളുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ വിളി കേൾക്കാൻ പിണറായി സർക്കാർ. ഇനി ജനങ്ങളുടെ വിളി കേട്ട് പിണറായി സർക്കാർ ഭരിക്കും. ഇതുവരെ ജനങ്ങളുടെ വിളി കേട്ടില്ലായിരുന്നുവോ എന്നൊരു ദുഷ്ടചിന്തയുണ്ടോ എന്ന് ഇവിടെയും ഈ ഹെഡിങ്ങിന്റെ കാര്യത്തിൽ സംശയം തോന്നാം. അതോടെ കിടക്കട്ടെ. മുഖ്യമന്ത്രി എന്നോടൊപ്പം, ഈ പരിപാടിയുടെ പേരാ. നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ ഓരോ മനുഷ്യരോടും ഒപ്പം, മുഖ്യമന്ത്രി എന്നോടൊപ്പം, അതാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. ജനസമ്പർക്ക സംവിധാനം തുടങ്ങുന്നു, അത് വേറൊരു ഹെഡിങ്. ഇതൊന്നും പോരാഞ്ഞിട്ട് മുഴുവൻ സമയ കോൾ സെന്റർ വരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ. ഇതിന്റെ കൂട്ടത്തില് ഹെഡ്സെറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്നവരത്തിന്റെ പടവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറി കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴേ നമ്മുടെ ഒരു പഴയ സഖാവ് വിളിച്ചാൽ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരാളാ. അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള ഒരാളാ. അപ്പൊ അയാൾ ഈ വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്നോട് അയാൾ പറയുവാ, സഖാവേ ഈ വാർത്ത വായിച്ചപ്പോൾ സന്തോഷമൊക്കെ തോന്നിയെങ്കിലും ഇതുപോലെ പണ്ടൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ഒരു പറച്ചില്. എനിക്കങ്ങനെ ഓർമ്മയൊന്നും കിട്ടിയില്ല. അയാൾ വീണ്ടും പറയുവാ, ഉണ്ടായിരുന്നു സഖാവേ, ഇതേപോലൊരു സംവിധാനം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. 24x7 കോൾ സെന്റർ, 3 ഷിഫ്റ്റുകളില് ത്രൂഔട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം. ആർക്ക് വേണമെങ്കിലും പരാതികൾ പറയാം, അവിടെ പരാതികൾ എഴുതിയെടുക്കും, അപ്പോൾ തന്നെ അതിന്റെ പരിഹാരത്തിനുള്ള നടപടികൾ നീങ്ങും. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ സഖാവ് പറയവാ, എനിക്കറിയത്തില്ലായിരുന്നു, ഈ സഖാവ് പറയവാ. അതായത് എപ്പോഴേലും മുഖ്യമന്ത്രി ഉടനെ അറിയേണ്ട അടിയന്തര സ്വഭാവമുള്ള കാര്യങ്ങളാണെങ്കിൽ വേറെ ഉദ്യോഗസ്ഥന്മാർ വഴിയൊന്നും പോകണ്ട, നേരിട്ട് ഈ കോൾ സെന്ററിൽ ഇരിക്കുന്ന ആളിനെ മുഖ്യമന്ത്രി വിളിക്കാം, ക്ലിഫ് ഹൗസിലോട്ട് വിളിക്കാം. അപ്പൊ പുള്ളിക്കാരൻ ഫോൺ എടുത്തോളൂ. അങ്ങനെ ഒരു അനുഭവം കൂടി സഖാവ് പറഞ്ഞു. അതായത് നമ്മുടെ ശ്രീത്ര മെഡിക്കൽ സെന്റർ ഒരു രോഗി, അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം, ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയം ആർക്കെങ്കിലും ഉപയോഗിക്കാം, കൊടുക്കാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ആ കുടുംബം തയ്യാറാ. അപ്പൊ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലില് അതുപോലെ ഹൃദയം കിട്ടിയാല് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പേഷ്യന്റും ഉണ്ട്. ഉടനെ എറണാകുളത്തുനിന്ന് ഈ കോൾ സെന്ററിലോട്ട് ഒരു കോൾ വന്നു, വിളി വന്നു. വെളുപ്പിനാ കേട്ടോ. അത് അന്നത്തെ ഹൈബിയുടെ MLA വിളിച്ചെന്നാ അന്നൊക്കെ കേട്ടിട്ടുള്ളത്. ഏതായാലും അപ്പൊ 1:30-2 മണിയായി. മുഖ്യമന്ത്രി വീട്ടിലുണ്ടപ്പോ മുഖ്യമന്ത്രിക്ക് കൂടെ പോയി. മുഖ്യമന്ത്രി പാഞ്ഞ് ഓഫീസിലെത്തി, സെക്രട്ടേറിയറ്റ് ഓഫീസിലെത്തുന്നു. ബന്ധപ്പെട്ട ആളുകളെ വിളിക്കുന്നു, ചീഫ് സെക്രട്ടറിയോട് വരാൻ പറയുന്നു. നിമിഷ നേരങ്ങൾക്കകം നമ്മുടെ കൊച്ചിയിലെ നാവികസേന വിമാനത്താവളത്തിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് എത്തുന്നു. ഈ ഹൃദയം മാറ്റിവെക്കേണ്ട ഈ ഹൃദയവുമായിട്ട് എറണാകുളത്തേക്ക് പോകുന്നു. ലിസി ആശുപത്രിയിലെ ശസ്ത്രക്രിയ നടക്കുന്നു. ആ രോഗി രക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു കഥ കൂടെ ഇതിന്റെ അനുബന്ധമായിട്ടുണ്ടെന്നും കൂടെ ഇങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല, ഈ ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറയുമ്പോഴേ ഉമ്മൻചാണ്ടിയുടെ പരിപാടിയല്ലായിരുന്നു ഈ ജനസമ്പർക്കം. നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ രാവുൾപ്പോളം ആളുകളുടെ പോയി നിന്നിട്ടൊന്നും സമ്പർക്കവും നടത്താനൊന്നും കിട്ടത്തൊന്നുമില്ല. അത് തന്നെയല്ല, ഈ സഹാവധി കേട്ടപ്പോ എനിക്ക് പേടിയായി. 2:30-3 മണിക്കൊക്കെ ആരെങ്കിലും വിളിച്ച് ഉണർത്തുമോ, ആഫീസിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായത്. അപ്പൊ ഞാൻ അവസാനം ആ സഖാവിനോട് പറഞ്ഞു, സഖാവ് പേടിക്കണ്ട, ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാ. നമ്മുടെ ജനങ്ങൾക്ക് ആകെ കൂടെ 6 മാസത്തെ ഓർമ്മയേ ഉള്ളൂ. അവരിതൊക്കെ മറന്നു വെക്കോളും. സഖാവിന് പോലും നല്ല ഓർമ്മയില്ലായിരുന്നല്ലോ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെന്ന്. അതൊക്കെ പോട്ടെന്നേ, അത് നമുക്കങ്ങ് നടപ്പാക്കാം. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു രീതിയാ. അതായത് 4.5 കൊല്ലം നമ്മൾ വെറുതെ ഇരിക്കും, നമുക്ക് തോന്നിയ പോലെ ഭരിക്കും. വെറുതെ ഇരിക്കല്ല, തോന്നിയ പോലെ ഭരിക്കും, പാർട്ടി പറയുന്ന പോലെ പാർട്ടിക്ക് വേണ്ടി ഭരിക്കും. പിന്നെ 6 മാസമാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്.
അപ്പൊ ഈ 6 മാസം കൊണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും ഏർപ്പാടുകൾ സംഘടിപ്പിച്ച് നടപ്പാക്കും. അത് ജനങ്ങള് ഓർത്തിരുന്നോളും. അത് മാത്രമല്ല, അവരുടെ മനസ്സ് അതേ കൊളുത്തി കിടന്നോളും എന്ന് ഞാൻ ആ സഖാവിനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാലും ഇത് നമ്മൾ ഈ വലിയ ആഘോഷമായിട്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്നത് ഉമ്മൻചാണ്ടി പണ്ട് 10 വർഷം മുമ്പ് നടപ്പാക്കിയതായിരുന്നല്ലോ എന്നൊരു തോന്നല് ഉണ്ടായില്ല എന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ വോട്ടധികാര യാത്ര, അതേക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ നമ്മുടെ പേര് ഇതൊന്നും അല്ല. ഈ വോട്ടധികാര യാത്ര പോലും കാണും ഈ ചെറുക്കൻ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ വന്ന് 5-6 ദിവസം വരെ യാത്ര നടത്തിയാൽ എന്താ സംഭവിക്കുക എന്നത് ദൈവത്തിന് പോലും അറിയത്തില്ല.